തിരൂരിൽ കടുത്ത വടംവലികൾക്കും അഭിപ്രായ ഭിന്നതകൾക്കും ഒടുവിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ച് ലീഗ്. പ്രമുഖ യൂത്ത് ലീഗ് നേതാവ് കെ റിയാസിനെ വെട്ടി ടി അബൂബക്കറിനെ വികസന സ്ഥിരം സമിതിയുടെയും പരിചയസമ്പന്നരായ പ്രസന്ന പയ്യാപ്പന്ത സീനത്ത് എന്നിവരെ വെട്ടി സൈബുന്നീസയെ ക്ഷേമകാര്യ സ്ഥിരം സമിതിയുടെയും അധ്യക്ഷന്മാരാക്കി ലീഗ് പ്രഖ്യാപനം. ആരോഗ്യ സ്ഥിര സമിതിയെ യൂത്ത് ലീഗ് നേതാവ് അൻവർ പാറയിലും പൊതുമരാമത്ത് സ്ഥിരം സമിതിയെ വഹീദ ബഷീറും നയിക്കും. DCC സെക്രട്ടറി യാസർ പൊട്ടച്ചോലയാണ് കോൺഗ്രസിന് അനുവദിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥിരം സമിതിയുടെ അധ്യക്ഷൻ. ഇന്ന് രാവിലെ 10:30 നഗരസഭയിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പ്. ഞായറാഴ്ച രാത്രി നടന്ന മാരത്തോൺ ചർച്ചയിലാണ് ലീഗ് അധ്യക്ഷന്മാരെ തീരുമാനിച്ചത്. സ്ഥിരം സമിതി അധ്യക്ഷ പദവി പങ്കിടണമെന്ന പാർട്ടി തീരുമാനത്തിന് കെ റിയാസ് വഴങ്ങാതിരുന്നതോടെയാണ് ടി അബൂബക്കറിനെ ചെയർമാനാക്കാൻ തീരുമാനിച്ചതെന്നാണ് അറിയുന്നത്. തർക്കം രൂക്ഷമായതോടെയാണ് ക്ഷേമകാര്യ സ്ഥിരം സമിതിയിലേക്ക് പുതിയ ആളെ കണ്ടെത്തിയത്. ആദ്യഘട്ടത്തിൽ ഈ സ്ഥാനത്തേക്ക് പ്രസന്ന പയ്യാപ്പന്തയെയും സീനത്തിനെയുമാണ് പരിഗണിച്ചിരുന്നത്. ഇവരിൽ ആര് എന്നതിൽ സമവായം ഉണ്ടാകാതിരുന്നതോടെ സൈബുന്നീസയെ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. പൈങ്ങോട്ടുംപാടം വാർഡിൽ നിന്ന് നഗരസഭയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചയാളാണ് സൈബുന്നീസ. വികസന സ്ഥിരം സമിതി അധ്യക്ഷ പദവി 2.5 വർഷം വീതം പങ്കുവെച്ച് റിയാസിനെയും അബൂബക്കറിനെയും പരിഗണിക്കാനായിരുന്നു ലീഗ് തീരുമാനം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. എന്നാൽ വികസന സ്ഥിരം സമിതിയിൽ മാത്രം വീതം വെപ്പ് എന്നതിനോട് റിയാസ് കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം ആവശ്യപ്പെട്ടിരുന്ന റിയാസ് വികസന സ്ഥിരം സമിതിയിൽ പങ്കുവെപ്പ് കൂടി പാർട്ടി നിർദ്ദേശിച്ചതോടെ ചെയർമാൻ പദവി ഏറ്റെടുക്കാൻ തയ്യാറല്ലെന്ന് പാർട്ടിയെ അറിയിച്ചതായും അതോടെ അബൂബക്കറിനെ നിയോഗിച്ചതായുമാണ് അറിയുന്നത്. നേരത്തെ മികച്ച പ്രതിച്ഛായയുടെ തുടർച്ചയായി 3ാം തവണ കൌൺസിലറായ സാജിറയെ മുനിസിപ്പൽ നേതൃത്വം വെട്ടിയതിനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തിയിരുന്നു. നഗരസഭാധ്യക്ഷൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജിയുടെ വാർഡിൽ റിബലായി മത്സരിച്ചാണ് കഴിഞ്ഞ തവണ സാജിറ വിജയിച്ചത്. പകപ്പോക്കലിന്റെ ഭാഗമായാണ് സാജിറയെ തഴഞ്ഞതെന്ന ആരോപണം പാർട്ടിയിൽ ഉയർന്നിരുന്നു. അതിനിടയിലാണ് കെ റിയാസ് വിഭാഗം പിണങ്ങിയിട്ടുള്ളത്. കോൺഗ്രസിന് അധ്യക്ഷ പദവി അനുവദിച്ച വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതിയിലാണ് സാജിറയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അൻവർ പാറയിൽ അധ്യക്ഷനാകുന്ന ആരോഗ്യ സ്ഥിരം സമിതിയിൽ മുഹമ്മദ് ഷഹീദ്, ടി ബിജിത, ഫായിസ സമീർ, ടി ഹഫ്സത്ത്, അഡ്വക്കേറ്റ് വി ചന്ദ്രശേഖരൻ എന്നിവരാണ് അംഗങ്ങൾ. വികസന സ്ഥിരം സമിതിയിൽ ടി അബൂബക്കറിനെയും റിയാസിനെയും കൂടാതെ കെ ശ്രീരാഗ്, മുഹമ്മദ് ഫാസിൽ, അന്നത്ത് കുന്നത്ത് പറമ്പിൽ, നിർമ്മല കുട്ടികൃഷ്ണൻ, ഗീത പള്ളിയേരി എന്നിവരാണുള്ളത്. കോൺഗ്രസിന് അധ്യക്ഷ പദവി നൽകുന്ന വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതിയിൽ യാസർ പൊട്ടച്ചോല, യാസർ പയ്യോളി, സാജിറ, കീഴേപ്പാട്ട് ഫർഹാന, ഹഫ്സത്ത് പൂന്തല, മിനി പയ്യാപ്പന്ത എന്നിവരാണ് അംഗങ്ങൾ. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിന്ധു മംഗലശ്ശേരി നിയന്ത്രിക്കുന്ന ധനകാര്യ സ്ഥിരം സമിതിയിൽ വസന്ത പുളിക്കൽ, ഷിജി പള്ളിയേരി, ഫസീല അയ്യൂബ്, TC സുബൈർ മാസ്റ്റർ, മുഹമ്മദ് ഷാഫി, സരോജാദേവി എന്നിവരാണ് അംഗങ്ങൾ. പ്രസന്ന പയ്യാപ്പന്ത, KP റജുല, സൈഫുന്നീസ, അലി അഷ്കർ, സീനത്ത്, ശാന്ത, ഉബൈദ് കല്ലിങ്ങൽ എന്നിവരാണ് ക്ഷേമകാര്യ സ്ഥിരം സമിതിയിലെ അംഗങ്ങൾ. സാജിറയെ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പൊതുമരാമത്ത് സ്ഥിരം സമിതിയുടെ അധ്യക്ഷ പദവിയിലാണ് പുതുമുഖമായ വഹീദ ബഷീർ കടന്നുവരുന്നത്. ഏനുദ്ദീൻ കുട്ടി, ഇർഷാദ് വെളിയമ്പാട്ട്, ആഫിയ, ഗഫൂർ ലില്ലീസ്, മുഹമ്മദ് അഷ്റഫ് തറമ്മൽ എന്നിവരാണ് ഈ സമിതിയിലുള്ളത്. എഡിറ്റർ ലൈവ്, തിരൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.